ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു മണിച്ചേട്ടനെ ചാലക്കുടിയിൽ വെച്ച് ഒന്ന് കണ്ടിരുന്നെങ്കിലും നമ്മളെ കണ്ടു, ട്രൂപ്പിന്റെ വണ്ടി കണ്ട് അദ്ദേഹം ഓടി അടുത്ത് വന്ന് നമ്മളോടൊപ്പം സംസാരിച്ചു. അദ്ദേഹം ഓടി വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഒരു 500 രൂപ എടുത്ത് നമ്മളെ തന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു സന്തോഷമാണ്, വേണ്ട ഏട്ടാ, എൻ്റെ ഒരു സന്തോഷമാണ്. നിങ്ങൾ ചാലക്കുടിയിൽ ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പോകരുത്, വിശന്നിരിക്കരുത് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമാ നടനും ഒപ്പം ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ. കാര്യവശാൽ അത്രയും സമയം നമ്മളെ നിർത്തി ഭക്ഷണം വേണമെങ്കിൽ 500 രൂപ തന്നിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോകാം, പക്ഷെ കൂടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിപ്പിച്ച് സന്തോഷമായിട്ട് മടക്കി നമ്മളെ അയച്ചു. ഞാൻ മണിച്ചേട്ടനെയൊക്കെ മാറി നിന്ന് വീക്ഷിച്ച് പഠിക്കുകയായിരുന്നു. അദ്ദേഹം ജനങ്ങളുമായിട്ട് അദ്ദേഹം മിങ്കിൾ ചെയ്യുന്ന ഒരു രീതി, ശരിക്കും അങ്ങനെ ഒരാൾക്കും, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരാൾക്കും അങ്ങനെ ഇത്രയും ജനഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മലയാളം ഉള്ളിടത്തോളം കാലം നമ്മുടെ മണിച്ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും.